അടുത്ത വാർത്തയിലേക്ക്. നെയ്യാറ്റിൻകരയിൽ യുവതിയെ ഭർത്താവ് കുത്തിക്കൊന്നത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന്. വ്ളാത്താങ്കര സ്വദേശിയാണ് അൽമിയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് വിഷ്ണുനാഥ് പിടിയിലായിട്ടുണ്ട്. 9 വർഷം മുമ്പാണ് ഇവരുടെയും വിവാഹം കഴിഞ്ഞത്. പ്രണയ വിവാഹമായിരുന്നു. നാട്ടുകാർ പറയുന്നത് ഇതുവരെ വീട്ടിൽ നിന്ന് തർക്കങ്ങളോ ബഹളങ്ങളോ ഒന്നും കേട്ടിട്ടില്ല എന്നാണ്. ഗോകുൽനാഥിനോട് ചോദിക്കാം കൂടുതൽ വിവരങ്ങൾ. ഗോകുൽ, 9 വർഷം പ്രണയിച്ചു, 9 വർഷത്തെ വൈവാഹിക ജീവിതം, ഇരുവരും ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ല, പരസ്പരം വലിയ സ്നേഹത്തോടു കൂടിയാണ് കഴിഞ്ഞതെന്ന് കുടുംബം പറയുന്നു. പിന്നെ പെട്ടെന്ന് ഇത്തരത്തിലൊരു ക്രൂരമായ ഒരു കൊലപാതകം നടത്താനുള്ള കാരണം അതെന്തായിരിക്കും ഗോകുൽ? ഷിഹാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറിയ ദാമ്പത്യ ബന്ധമല്ല. 9 വർഷത്തെ പ്രണയം, അതിനുശേഷം 9 വർഷം കഴിഞ്ഞതിന് ശേഷം 9 വർഷത്തെ ദാമ്പത്യ ബന്ധം, അങ്ങനെ നീണ്ട ബന്ധമാണ് ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിനിടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നതായി ഇപ്പോൾ പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പാറശാല പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. ഇതിലാണ് ചില നിർണായക വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. തനിക്ക് ചില കാര്യങ്ങളിൽ സംശയമുണ്ടായിരുന്നു. ആ സംശയരോഗമാണ് ഈ കൊലയിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ കൊലപാതകത്തിന് കാരണമെന്നുള്ള കാര്യം പ്രതി പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഭാര്യ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിരുന്നു, ഭാര്യയോടൊപ്പം മറ്റു പലരും യാത്ര ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ തുടങ്ങിയ ചില സംശയങ്ങളിലാണ് ഇതിന്റെ എല്ലാം തുടക്കം. മാത്രമല്ല, ഭാര്യയ്ക്ക് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. ആ ഇടപെടലുകളൊക്കെ സംശയം തോന്നിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുന്നു. പുറത്തുള്ളവർക്കും നാട്ടുകാർക്കും ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണകളില്ല. പക്ഷേ വീടിനുള്ളിൽ എന്നും കലഹമായിരുന്നു എന്നുള്ള കാര്യം കൂടി പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ വ്യക്തമാണ്. ഇത്തരത്തിൽ സംശയരോഗമാണ് പ്രതിയെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ള കാര്യത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുകയാണെന്നുള്ളതാണ്. എന്തായാലും ഇന്ന് രാവിലെ 9 മണിയോടെ വ്ളാത്താങ്കര പ്രദേശം തന്നെ ഈ വാർത്ത കേട്ടുകൊണ്ടാണ് ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു. എന്തായാലും ഭാര്യയുടെ കഴുത്തിനാണ് വെട്ടിയത്. ഒന്നിലധികം തവണ വെട്ടി കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ കൃത്യത്തിലേക്ക് സംശയരോഗമായിരുന്നു. കൊന്നു തീർക്കാൻ തീരുമാനിക്കുകയാണ്. ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു.